അമേരിക്കയിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് ഒരു പുതിയ നികുതി ഭീഷണി ഉയരുന്നുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പുതിയ നികുതി നിർദ്ദേശമാണ് ഇതിന് പിന്നിൽ. ഇത് NRIകളെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. 2025 മെയ് 12-ന് ഒരു പുതിയ ബിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ബില്ലിൽ ഒരു വിവാദപരമായ നിർദ്ദേശമുണ്ട്. അമേരിക്കയിൽ സ്ഥിരതാമസക്കാരല്ലാത്ത ആളുകൾ വിദേശത്തേക്ക് പണം അയക്കുമ്പോൾ 5% നികുതി നൽകണം. സാധാരണയായി പണം അയക്കുന്ന വിദേശ തൊഴിലാളികൾക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അമേരിക്കയുടെ നികുതി നയത്തിൽ ഇതൊരു വലിയ മാറ്റമാണ്. ഈ ബില്ലിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്. 2017 നികുതി നിയമങ്ങൾ സ്ഥിരമാക്കുക, സാധാരണ നികുതി ഇളവ് കൂട്ടുക, കുട്ടികൾക്കുള്ള നികുതി ഇളവ് 2028 വരെ $2,500 ഉയർത്തുക. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ നിയമത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഗ്രേറ്റ് എന്നാണ്. ഈ നിയമം പാസ്സാക്കാൻ റിപ്പബ്ലിക്കൻ പാർട്ടിയോട് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ 5% നികുതി എങ്ങനെയാണ് രാജ്യത്തിന് ഗുണകരമാകുന്നതെന്ന് നോക്കാം. ഈ പണം ഉപയോഗിച്ച് നികുതി ഇളവുകൾ നൽകാനും രാജ്യത്തിൻ്റെ അതിർത്തികൾ സുരക്ഷിതമാക്കാനും കഴിയും. ഇത് അമേരിക്കൻ ഖജനാവിലേക്ക് ധാരാളം പണം എത്തിക്കും. എന്നാൽ ഇത് സാധാരണക്കാരായ വിദേശ തൊഴിലാളികളുടെ പോക്കറ്റിൽ നിന്നുള്ള പണമാണ് എന്നതാണ് യാഥാർത്ഥ്യം. ലോകത്ത് ഏറ്റവും കൂടുതൽ പണം റെമിറ്റൻസസ് ആയി സ്വീകരിക്കുന്നത് ഇന്ത്യയാണ്. ഏകദേശം $83 ബില്യൺ ഓരോ വർഷവും വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അതിൽ ഒരു വലിയ പങ്ക് അമേരിക്കയിൽ നിന്നാണ്. പുതിയ നിയമം അനുസരിച്ച് നിങ്ങൾ നാട്ടിലേക്ക് $1,00,000 അയച്ചാൽ $5,000 IRSന് നികുതിയായി നൽകേണ്ടി വരും. ഈ പണം നിങ്ങളുടെ കുടുംബത്തിനുള്ള സഹായം, വസ്തുവാങ്ങൽ, വിദ്യാഭ്യാസം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. ഇതിനു മുമ്പ് റെമിറ്റൻസസിന് അമേരിക്കയിൽ നികുതി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇത് വലിയൊരു മാറ്റം തന്നെയാണ്. നിയമം വേഗത്തിൽ നടപ്പാക്കാനാണ് ഭരണകൂടം ശ്രമിക്കുന്നത്. 2025 മെയ് 26-ന് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിൽ ഇത് പാസ്സാക്കാൻ ശ്രമിക്കും. അതിനുശേഷം ഇത് സെനറ്റിലേക്ക് പോകും. ജൂലൈ 4-ന് മുൻപ് ഇത് നിയമമാക്കാനാണ് അവരുടെ ലക്ഷ്യം. നിയമം പാസ്സായാൽ പണം അയക്കുന്ന സമയത്ത് തന്നെ 5% നികുതി ഈടാക്കും. പണം എത്രയാണെന്നോ എന്തിനാണ് അയക്കുന്നതെന്നോ നോക്കാതെ നികുതി ഈടാക്കും. ഇത് NRIകളുടെ സാമ്പത്തിക കാര്യങ്ങളെ തകിടം മറിക്കും. പ്രായമായ മാതാപിതാക്കളെ സഹായിക്കാനും സഹോദരങ്ങളുടെ വിദ്യാഭ്യാസം നടത്താനും നാട്ടിൽ വസ്തു വാങ്ങാനും നിങ്ങൾ അയക്കുന്ന പണത്തിൻ്റെ മൂല്യം കുറയും. ഈ നികുതി എല്ലാ രീതിയിലുള്ള പണമിടപാടുകൾക്കും ബാധകമാണ്. സാധാരണ ബാങ്കുകൾ വഴിയും NRO അക്കൗണ്ടുകൾ വഴിയും പണം അയച്ചാൽ നികുതി നൽകേണ്ടി വരും. നിയമം തെറ്റിക്കാതെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ അധികം വഴികളൊന്നുമില്ല. NRIകൾ ഉടൻ തന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. വലിയ തുക അയക്കാൻ പദ്ധതിയുണ്ടെങ്കിൽ ജൂലൈക്ക് മുമ്പ് അയക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ പണം അയക്കുന്ന രീതി മാറ്റുന്നത് ഒരു പരിധിവരെ നികുതിയുടെ ഭാരം കുറയ്ക്കാൻ സഹായിക്കും. ചെറിയ തുകയായി പലതവണ അയക്കുന്നതിന് പകരം വലിയ തുകയായി അയക്കുമ്പോൾ ചിലപ്പോൾ ആകെ നികുതി കുറഞ്ഞേക്കാം. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, $10,000 കൂടുതൽ അയക്കുമ്പോൾ US നിയമങ്ങൾ അനുസരിച്ച് റിപ്പോർട്ട് ചെയ്യണം. FBAR, FATCA നിയമങ്ങൾ ഇതിന് ബാധകമാണ്. ഈ ബിൽ പാസ്സായാൽ NRIകൾ അവരുടെ സാമ്പത്തിക ആസൂത്രണത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. കൂടുതൽ പണം നികുതിക്കായി മാറ്റിവെക്കുക, പുതിയ നിക്ഷേപ മാർഗങ്ങൾ കണ്ടെത്തുക, കുടുംബത്തെ സഹായിക്കാൻ മറ്റ് വഴികൾ തേടുക എന്നിവയാണ് പ്രധാനപ്പെട്ടത്. പണം അയക്കുന്നതിൻ്റെ രേഖകൾ സൂക്ഷിക്കുന്നത് വളരെ പ്രധാനമാണ്. ഇത് നികുതി അടയ്ക്കുമ്പോൾ മാത്രമല്ല, ഭാവിയിൽ എന്തെങ്കിലും നിയമപരമായ ആവശ്യങ്ങൾ വന്നാലും ഉപകാരപ്രദമാകും. ഈ 5% റെമിറ്റൻസ് നികുതി NRIകൾക്ക് വലിയ മാറ്റങ്ങൾ വരുത്തുന്ന ഒന്നാണ്. എന്നാൽ ഇത് ഇപ്പോഴും നിയമമായിട്ടില്ല. ചുരുക്കത്തിൽ, അമേരിക്കയിൽ താമസിക്കുന്ന NRIകൾ ഈ പുതിയ നികുതി നിർദ്ദേശത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. നിയമം പാസ്സായാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ മുൻകൂട്ടി തയ്യാറെടുക്കുന്നത് നല്ലതാണ്.